ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയൂണ് കുശാലാവാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു പഴപ്പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിവിടെ 2 ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം പഴുക്കാത്ത, പഴുപ്പ് കയറി തുടങ്ങിയ ഏത്തക്കായ 4 കീറി ഒരുവിധം കനത്തിലരിഞ്ഞ് ചട്ടിയിലേക്കിട്ട് പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. ഒരു 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് മാറ്റി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വീണ്ടും വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വേവായിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് അല്പസമയം കൂടെ ഇതൊന്ന് അടുപ്പിൽ വെച്ച് വേവിക്കണം. ഇനി ഇതിന് വേണ്ട അരപ്പ്: 1 കപ്പ് തേങ്ങ ചുരുണ്ടിയത്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച ആ ബൗളിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് ആ അരപ്പൂട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. മിക്സിയുടെ ബൗളിൽ അടിക്കാതെ ഫോർക്കോ സ്പൂണോ വെച്ച് എല്ലാം ഒന്ന് ഉടച്ച് കട്ടയില്ലാതെ വേണം തൈര് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫോർക്കിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചാൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തൈര് ഈ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഇളക്കി ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് യോജിക്കുന്നത് പോലെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു കറിയാണിത്. തയ്യാറാക്കിയെടുക്കാനാണേലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസങ്ങൾ കേടാകാതെ ഇരിക്കും. നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഓഫ് ചെയ്തിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കറിയിലേക്ക് നമുക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. താളിച്ച് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.